ഖലീഫ ഉമർ അധ്യായം 1 ജാഹിലിയ്യ ജീവിതം. ലജ്നാൻ പർവ്വതത്തിൻ്റെ പ്രാന്തങ്ങളിലൂടെ പ്രകൃതിവേഷധാരിയും നഗ്നപാതനുമായ ഒരു ചെറുക്കൻ നടന്നു നീങ്ങുന്നു. ചുണ്ടുകളിൽ ചൂളംവിളി, കൈകളിൽ ചാട്ടവാർ. ഒട്ടകക്കൂട്ടങ്ങളുടെ പിന്നാലെ കടന്നുപോയ ആ പയ്യനാണ് പിൽക്കാലത്തെ പ്രശസ്തിയുടെ പാരമ്പര്യത്തിലേക്ക് പറന്നുയർന്ന ഖലീഫ ഉമർ. നീതിയുടെ ഉത്തമോദാഹരണമായി നൂറ്റാണ്ടുകളിലൂടെ നിലനിന്നു പോരുകയും യുഗയുഗാന്തരങ്ങളായി ജനപദങ്ങളുടെ ജീവിതവീഥികളിൽ നൈതിക മൂല്യങ്ങളുടെ നിറപ്പകിട്ടാർന്ന മാതൃകയായി പ്രശോഭിക്കുകയും ചെയ്യുന്ന ആ മഹാൻ പിറന്നു വീണത് മുഹമ്മദ് നബിയുടെ പ്രവാചകത്വ ലബ്ധിക്കും 27 വർഷം മുമ്പാണ്. ഈ വിഷയത്തിൽ ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായാന്തരങ്ങളുണ്ട്. ലഭ്യമായതിൽ വെച്ച് ഏറ്റവും പ്രാമാണിക വീക്ഷണമനുസരിച്ച് ഉമറും പ്രവാചകനും തമ്മിലുള്ള പ്രായവ്യത്യാസം 13 എങ്കിൽ ഉമറിൻ്റെ ജനനം ഹിജ്റയുടെ 40 വർഷം മുമ്പായിരിക്കണം. ഉമറിൻ്റെ പിതാവ് ഖത്താബ് നുഫൈലിൻ്റെ പുത്രനാണ്. നുഫൈൽ റിയാഹിൻ്റെ സന്താനമായ അബ്ദുൽ ഉസ്സായുടെ പുത്രനും. ഈ പരമ്പര ചെന്നെത്തുന്നത് അദിയ് ഇബ്നു കഅബിലാണ്. അദ്ദേഹത്തിൻ്റെ ദ്വിതീയ സഹോദരൻ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹന്മാരിൽപ്പെട്ട മുർഅത്ത് ആണ്. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് പിതൃപരമ്പരയിലെ 8ാം തലമുറയിൽ വെച്ച് നബിയുടെ വംശശൃംഖലയുമായി സന്ധിക്കുന്നു. വിശുദ്ധ കഅബയുടെ സംരക്ഷണ ചുമതല ഖുറൈശികൾക്കായിരുന്നു. അതിനാൽ അവർ തങ്ങളുടെ ജോലികൾ വിവിധ വകുപ്പുകളായി വിഭജിച്ചു. കഅബയുടെ താക്കോൽ സൂക്ഷിപ്പ്, തീർത്ഥാടകർക്കുള്ള ശുദ്ധജല ഈത്തപ്പഴ വിതരണം, സമ്മേളനങ്ങളിലെ അധ്യക്ഷത, സൈനിക നേതൃത്വം, തർക്കങ്ങളിൽ വിചാരണ നടത്തി വിധി കൽപ്പിക്കൽ, വിവിധ ഗോത്രങ്ങളിൽ ഖുറൈശികളെ പ്രതിനിധാനം ചെയ്യൽ തുടങ്ങിയവയായിരുന്നു പ്രധാന വകുപ്പുകൾ. ഇതിൽ അദിയ്യ് കുടുംബം കൈകാര്യം ചെയ്തത് ഖുറൈശികളെ പ്രതിനിധാനം ചെയ്യുന്ന ചുമതലയായിരുന്നു. ഖുറൈശികൾ ഇതര വിഭാഗങ്ങളുമായി വിവാദങ്ങളിലും മത്സരങ്ങളിലും ഏർപ്പെട്ടാൽ അനുരഞ്ജന ശ്രമങ്ങളിൽ അവരെ പ്രതിനിധാനം ചെയ്തത് ഉമറിൻ്റെ വംശമാണ്. ഖുറൈശികൾക്കിടയിലെ വിവിധ കുടുംബങ്ങൾ തമ്മിലുണ്ടാകുന്ന കലഹങ്ങളിൽ തീർപ്പ് കൽപ്പിച്ചിരുന്നതും അവർ തന്നെ. തിരുമേനിയുടെ പിതാമഹനായ അബ്ദുൽ മുത്തലിബും ഹർബ് ഇബ്നു ഉമയ്യത്തും അധികാര മത്സരത്തിൽ ഏർപ്പെട്ടപ്പോൾ മധ്യസ്ഥം വഹിച്ചത് ഉമറിൻ്റെ പിതാമഹനായ നുഫൈലാണ്. നുഫൈലിന് ജൈദാ എന്ന സ്ത്രീയിൽ 2 പുത്രന്മാർ, അബ്ദുൻ നുഹുമും ഖത്താബും. നുഫൈൽ മരിച്ചപ്പോൾ അദ്ദേഹത്തിന് മറ്റൊരു ഭാര്യയിലുണ്ടായ മകൻ അമ്ര അക്കാലത്തെ പതിവനുസരിച്ച് ജൈദാഇനെ വിവാഹം കഴിച്ചു. അവരിലുണ്ടായ സന്താനമാണ് സെയ്ദ്. അതിബുദ്ധിമാനും സമർത്ഥനുമായ സെയ്ദ് ഇബ്നു അമ്ര പ്രവാചക നിയോഗത്തിന് മുമ്പ് തന്നെ വിഗ്രഹാരാധനയെ വീറോടെ വിമർശിച്ചുകൊണ്ട് കവിതകൾ രചിച്ചിരുന്നു. ചെറുപ്പകാലത്ത് കൂട്ടുകാരനിൽ നിന്ന് കാവ്യശകലം കേൾക്കാനിടയായ ഉമർ കോപാകുലനായി. അതിൻ്റെ രചയിതാവായ തൻ്റെ പിതൃവ്യപുത്രനെ രൂക്ഷമായി ആക്ഷേപിക്കുകയും ചെയ്തു. ഉമറിനെ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് ഖത്താബും സെയ്ദ് ഇബ്നു അമ്രിനോട് ശത്രുത പുലർത്തുകയും മറ്റു പ്രതിലോമ ശക്തികളോടൊപ്പം ചേർന്ന് മക്കയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്തിരുന്നു. എന്നാൽ എതിരാളികളുടെ എല്ലാ വിമർശനങ്ങളും വിലക്കുകളുമുണ്ടായിട്ടും അവയൊന്നും വകവെക്കാതെ അദ്ദേഹം കവിതകൾ രചിച്ചു. സ്വന്തം അന്വേഷണത്തിലൂടെ ഏകദൈവ വിശ്വാസത്തിൽ എത്തിച്ചേർന്ന സെയ്ദ് തൻ്റെ സമൂഹത്തിൻ്റെ വിചാരമേഖലയെ തൊട്ടുണർത്താനും അവരെ ഉത്ഭുതരാക്കാനും നിരന്തരം ശ്രമിച്ചു. അറേബ്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം പറഞ്ഞു: അള്ളാഹു ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നു, ഭൂമിയിലെ സസ്യലതാദികളെ മുളപ്പിക്കുന്നു, കന്നുകാലികളെ സൃഷ്ടിക്കുന്നു, അവ അത് ഭക്ഷിക്കുകയും ചെയ്യുന്നു. എന്നിട്ടും നിങ്ങൾ അവയെ അള്ളാഹു അല്ലാത്തവർക്കായി അറുക്കുകയോ? അള്ളാഹു ആണ്. ഭൂമിക്ക് മുകളിൽ എന്നെയല്ലാതെ ഇബ്രാഹിമിൻ്റെ മതത്തിൽ മറ്റാരെയും ഞാൻ കാണുന്നില്ല. മഖ്സൂം കുടുംബത്തിൽപ്പെട്ട ഹാഷിം ഇബ്നു മുഗീറയുടെ പുത്രി ഹൻദമയാണ് ഉമറിൻ്റെ മാതാവ്. വിശ്വവിഖ്യാതനായ വീരസേനാനി ഖാലിദ് ഇബ്നു വലീദിൻ്റെ പിതൃവ്യപുത്രി. ഖുറൈശികളിലെ സമാധാരണീയനായ നേതാവും ധീരനായ പോരാളിയുമായിരുന്നു മുഗീറ. യുദ്ധഘട്ടങ്ങളിൽ ഖുറൈശികളുടെ സൈനിക നേതൃത്വം വഹിച്ചിരുന്നതിനാൽ സ്വാഹിബുൽ അഇന്ന എന്ന ബഹുമതിയും മുഗീറയ്ക്ക് സിദ്ധിച്ചിരുന്നു. ഉമറിൻ്റെ മാതൃപിതാവായ ഹാഷിമും ഈ പാരമ്പര്യം പോറലേർക്കാതെ കാത്തുസൂക്ഷിച്ചു. അതിനാൽ അദ്ദേഹവും അറേബ്യൻ സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയായി നിലകൊണ്ടു.
ഹന്തമയിൽ ഉമറെന്ന കുട്ടി ജനിച്ചപ്പോൾ ഖത്താബ് അത്യധികം ആഹ്ലാദിച്ചു. അനേകം മൃഗങ്ങളെ വിഗ്രഹങ്ങൾക്ക് ബലി നൽകി വിപുലമായ തോതിൽ തന്നെ സദ്യ സംഘടിപ്പിച്ചു. ഹന്തമയ്ക്ക് ഖത്താബിൻ്റെ മനസ്സിലുണ്ടായിരുന്ന അനൽപമായ സ്ഥാനമാണ് അതിനദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. മറ്റു ഭാര്യമാരെക്കാൾ ഏറെ അദ്ദേഹത്തിൽ സ്വാധീനം ഹാഷിം പുത്രിക്കായിരുന്നു. എങ്കിലും മകൻ ഉമറിനോട് ബാല്യത്തിലും യൗവനത്തിലും വളരെ ക്രൂരമായാണ് അദ്ദേഹം പെരുമാറിയത്. പകൽ മുഴുവനും കഠിനാധ്വാനം ചെയ്തു. ക്ഷീണിതനായി അല്പം ആശ്വസിക്കാൻ ശ്രമിച്ചാൽ ശക്തിയായി പ്രഹരിക്കുകയും ചെയ്തു. അന്ന് സഹിച്ച അതിദാരുണമായ അനുഭവങ്ങൾ ഹസ്രത്ത് ഉമർ പിൽക്കാലത്ത് വേദനയിൽ ചാലിച്ച വാക്കുകളിൽ അനുസ്മരിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ഉമറിൻ്റെ പിതൃകുടുംബവും മാതൃകുടുംബവും ഒന്നുപോലെ പ്രസിദ്ധവും പ്രബലവുമാണ്. രണ്ടും പരമ്പരയിൽ പ്രവാചകന്റെ പിതാമഹന്മാരുമായി സന്ധിക്കുന്നവയുമായിരുന്നു. ഉമർ ശൈശവം പിന്നിട്ടു. അക്കാലത്ത് അധികം ആളുകൾക്കും അപ്രാപ്യമായിരുന്ന അപൂർവ സിദ്ധി അദ്ദേഹത്തിന് കൈവന്നു, അക്ഷരാഭ്യാസം. എന്നാൽ ഉമറിൻ്റെ സമൂഹത്തിൽ അതിന് അല്പം പോലും ആദരവ് ലഭിച്ചിരുന്നില്ല. ബാല്യകാലാരംഭത്തോടെ പിതാവിൻ്റെ ആടുകളെയും ഒട്ടകങ്ങളെയും മേൽക്കുന്ന ഉത്തരവാദിത്തം ഉമറിൽ അർപ്പിതമായി. മക്കയുടെ പരിസര പ്രദേശങ്ങളിലും 15 കിലോമീറ്റർ അകലെയുള്ള ലജ്നാൻ കുന്നിൻ പുറങ്ങളിലും മറ്റും ആ ബാലൻ ഇടയ ജോലി നിർവഹിച്ചു. പിൽക്കാലത്ത് അവിടങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടി വന്നപ്പോൾ അദ്ദേഹം തൻ്റെ ബാല്യകാല നൊമ്പരങ്ങൾ അനുസ്മരിക്കുകയുണ്ടായി. പൂർവ്വസ്ഥിതിയോർത്ത് ബാഷ്പകണങ്ങൾ പൊടിഞ്ഞ നയനങ്ങളുമായി ലജ്നാനിലൂടെ നടന്നു നീങ്ങിയ ഉമർ ആത്മഗതം ചെയ്തു. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. രോമവസ്ത്രം ധരിച്ച് ഇവിടങ്ങളിൽ ഒട്ടകത്തെ മേച്ചു നടന്ന ആ കഴിഞ്ഞ കാലം. ക്ഷീണിതനായി നിലത്ത് ഒന്നിരുന്നാൽ പിതൃകരങ്ങൾ ഏൽപ്പിക്കുന്ന പ്രഹരത്താൽ എൻ്റെ പാരവശ്യം 10 മടങ്ങ് വർദ്ധിക്കുമായിരുന്നു. ഇന്നാകട്ടെ എൻ്റെ മേൽ അധികാരം വാഴാൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. ബാല്യത്തോട് വിട പറഞ്ഞ് യുവത്വം പ്രാപിച്ച ഉമർ വ്യാപാര രംഗത്തേക്ക് കാലെടുത്തു വെച്ചു. കച്ചവട സംഘങ്ങളോടൊന്നിച്ച് യമനിലേക്കും സിറിയയിലേക്കും യാത്ര ചെയ്തു. വസ്ത്രവ്യാപാരമായിരുന്നു പ്രധാനമായും അദ്ദേഹം ചെയ്തിരുന്നത്. കഅബ് അതിയിത്തനോഗിയായിരുന്നു കച്ചവടത്തിലെ പങ്കാളി. വിദേശയാത്ര അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനിക ചക്രവാളം വികസിപ്പിക്കുന്നതിൽ വളരെയധികം പങ്കുവഹിച്ചു. എങ്കിലും സാമ്പത്തിക സമുന്നതിക്ക് സാർത്ഥയാത്രകൾ സാരമായ സംഭാവനകളൊന്നും തന്നെ നൽകിയില്ല. പഠനത്തിലും പരിശീലനത്തിലും സാഹിത്യത്തിലുമായിരുന്നു ഉമർ കൂടുതൽ താൽപ്പര്യം പ്രകടിപ്പിച്ചത്. ചെറുപ്പത്തിൽ തന്നെ ആയോധന വിദ്യ അഭ്യസിച്ചു. അതിൽ നൈപുണ്യം നേടുകയും ചെയ്തു. ആപ്പിൾ പോലെ ചുവന്നു തുടുത്ത മനോഹര മുഖമുള്ള ഉമർ ആർക്കും ഏതാൾക്കൂട്ടത്തിലും അകലെ നിന്ന് പോലും തിരിച്ചറിയത്തക്കവണ്ണം ദീർഘകായനായിരുന്നു. ഒപ്പം ശരീരബലമുള്ളവനും. ദ്വന്ദ്വയുദ്ധത്തിലും ഗുസ്തി മത്സരത്തിലും കൂട്ടുകാരെയെല്ലാം അതിവേഗം അതിജയിക്കാൻ ഉമറിന് അനായാസം സാധിച്ചു. ആജാനബാഹുവായിരുന്ന ഉമർ നടക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം എത്താൻ മറ്റുള്ളവർക്ക് ഓടേണ്ടി വന്നു. അദീയ ഗോത്രം വളരെ മുമ്പ് തന്നെ വംശവിവരണ വിദ്യ വശത്താക്കിയിരുന്നു. ഉമറും അതിൽ അവഗാഹം നേടി. പൈതൃകമായി ലഭിച്ച വാഗ്വൈഭവത്താൽ അനുഗ്രഹീതനായിരുന്ന ഉമറിന് പ്രസംഗകലയിലും പ്രയാസമന്യേ പ്രാവീണ്യം നേടാൻ കഴിഞ്ഞു. അതോടൊപ്പം കുതിരസവാരിയിലും ഉമർ കിടയറ്റ സ്ഥാനം കരസ്ഥമാക്കി. ഇത്തരം എല്ലാ മണ്ഡലങ്ങളിലും താൻ ആർജിച്ച കഴിവ് വർഷം തോറും പ്രകടിപ്പിക്കുന്നതിലും ഉമർ അത്യധികം ഔത്സുക്യം കാണിച്ചു. ഉക്കാള് ചന്തയായിരുന്നു എല്ലാത്തിൻ്റെയും പ്രകടനഗോത. അറബ് നാടുകളിലെ അതിസമർത്ഥർ അണിനിരക്കുന്ന ഉക്കാള് ചന്തയിലെ വാർഷിക മേളകളിൽ ഉമറും മുടങ്ങാതെ സംബന്ധിച്ചു. ആ ചടങ്ങുകളിൽ ചൊല്ലിക്കേട്ട കവിതകൾ അദ്ദേഹത്തെ ആകർഷിച്ചു. അതിനാൽ അവ ഹൃദയസ്ഥമാക്കുകയും ചെയ്തു. ഉക്കാളിലെ മത്സരവേദിയിൽ ഗുസ്തിയിലും ആയുധ പ്രയോഗത്തിലും ഏറ്റവും മികച്ചു നിന്നത് ഉമറാണ്. ഒരിക്കൽ അന്യദേശത്തു നിന്ന് വന്ന ഒരു ചെറുപ്പക്കാരൻ എല്ലാവരെയും പരാജയപ്പെടുത്തി വിജയകിരീടമണിഞ്ഞ് ഗോദയിൽ പ്രത്യക്ഷപ്പെട്ടു. അഹങ്കാരത്തോടെയുള്ള ആ നിൽപ്പ് സഹിക്കാൻ ഉമറിന് കഴിഞ്ഞില്ല. അദ്ദേഹം അതിവേഗം മത്സരക്കളത്തിലിറങ്ങുകയും അയാളെ അനായാസം നിലം പതിപ്പിക്കുകയും ചെയ്തു. അതോടെ ഉമർ യുവതിയുവാക്കളുടെ ആരാധനാപാത്രമായി. തങ്ങളുടെ കുട്ടികളെ താരാട്ടുപാടി ഉറക്കാൻ പലപ്പോഴും അറബി പെണ്ണുങ്ങൾ ഉച്ചരിച്ചിരുന്നത് ഉമറിൻ്റെ പേരാണ്. ഇരു കൈകൾ കൊണ്ടും ഒരേപോലെ ജോലി ചെയ്യാൻ സാധിച്ചിരുന്നു ഉമറിന്. തൻ്റെ മാതുല കുടുംബത്തിൽ നിന്നാണ് ഉമർ ആയോധന വിദ്യ അഭ്യസിച്ചത്. ഉരുക്കുപോലെ ഉറച്ച മനക്കരുത്തും വജ്രം പോലെ മൂർച്ചയുള്ള ദീക്ഷണാശക്തിയും പ്രതിബദ്ധങ്ങളോട് ഏറ്റുമുട്ടിയാലും പോറലേൽക്കാത്ത പൗരുഷവും ഉമറിനെ നേതൃസ്ഥാനത്തേക്ക് ഉയർത്തി. മറ്റെല്ലാ അറബികളെയും പോലെ
ലഹരി പദാർത്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെയും ദൗർബല്യമായിരുന്നു. മദ്യത്തിൻ്റെ ലഹരിയിൽ മുങ്ങിയ രാവുകളിൽ കൂട്ടുകാരോടൊത്ത് കഥ പറഞ്ഞ് രസിക്കുക ഉമറിൻ്റെ പതിവായിരുന്നു. സിരകളെ ലഹരി ഭരിക്കുന്ന ആ നിശകളിൽ അദ്ദേഹത്തിൻ്റെ സാഹിത്യശേഷി ഇതൾ വിടർത്തിയിരുന്നതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖുറൈശികളുടെ ഐക്യവും മക്കയുടെ ഭദ്രതയും തകരുന്നത് ഉമറിന് അസഹ്യമായിരുന്നു. ഇസ്ലാമിൻ്റെ ഉദയത്തോടെ അതിനെ എതിർക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച പല കാരണങ്ങളിലൊന്ന് അതുതന്നെയായിരുന്നു. അതോടൊപ്പം ജീവകാരുണ്യവും നീതിബോധവും ഉമറിൻ്റെ പ്രകൃതത്തിൽ ലീനമായ സവിശേഷ ഗുണങ്ങളായിരുന്നു. അതിനാലാണ് ശത്രുചേരിയിൽപ്പെട്ട അബു ഹസ്മയുടെ മകൾ ലൈല എത്യോപ്യയിലേക്ക് പലായനം ചെയ്തപ്പോൾ അദ്ദേഹം അവരെ തടയാതിരുന്നത്. പ്രകാരം തന്നെയാണ് ഹത്തുമയുടെ പുത്രി ഉമ്മു അബ്ദുള്ള നാടുവിട്ടു പോയപ്പോൾ അവരോട് സഹതാപം പ്രകടിപ്പിച്ചതും. എങ്കിലും ഇസ്ലാമിനോടുള്ള കഠിന വിരോധം ദുർബലരും നിരപരാധികളുമായ പലരെയും ക്രൂരമായി പീഡിപ്പിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. ഇങ്ങനെ ഉമറിനാൽ നിർദ്ദയം മർദ്ദിക്കപ്പെട്ട ബസീന എന്ന ഒരു അടിമ സ്ത്രീയെ ഹദ്രത്ത് അബൂബക്കർ വിലക്ക് വാങ്ങി മോചിപ്പിച്ച കാര്യം പല ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും ഉമറിനുണ്ടായിരുന്ന ശത്രുത അത്രയേറെ ശക്തമായിരുന്നു. തീർച്ചയായും ജാഹിലിയ ജീവിതം നയിച്ച ഉമർ വീരനും ശൂരനുമാണ്, ധീരനും ദക്ഷിണാശാലിയുമാണ്, ആയോധനാ വിദഗ്ധനും അതികായനുമാണ്. എന്നാൽ അതൊന്നുമല്ല അദ്ദേഹത്തെ അനശ്വരനാക്കിയത്, മറിച്ച് ഇസ്ലാമാണ്. ഉമർ ഇസ്ലാം ആശ്ലേഷിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാമം ആ തലമുറയ്ക്കിപ്പുറം കടക്കുമായിരുന്നില്ല. മക്കയുടെ അതിർവരമ്പുകൾക്ക് പുറത്ത് ഉമർ അറിയപ്പെടുമായിരുന്നില്ല. അതിനാൽ അദ്ദേഹത്തെ അമരനാക്കിയ മഹത്തായ ആ പരിവർത്തനത്തിൻ്റെ അവിസ്മരണീയമായ അധ്യായമാണ് ഇനി.